ഇന്നലെ അർദ്ധരാത്രിയാണ് കോഴിക്കോട് കടലുണ്ടിയെ ഞെട്ടിച്ച ഒരു കവർച്ച അരങ്ങേറിയത്. വടക്കുംപാടം സ്വദേശി ഉമ്മർകോയയുടെ വീട്ടിൽ നടത്തിയ കവർച്ചയിൽ 1 ലക്ഷം രൂപയും 20 പവനോളം സ്വർണവും നഷ്ടമായി. അതിവിദഗ്ധമായിട്ടായിരുന്നു കവർച്ച. വീട്ടിൽ ആളില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മുൻവശത്തെ വാതിൽ തകർത്ത് അകത്ത് കയറി. മോഷണശേഷം മുളകുപൊടി വിതറി പ്രതിയിലേക്ക് എത്താനുള്ള സാധ്യത അടച്ചു. ഞങ്ങൾ ഇവിടുന്ന് മകളെ വീട്ടിലേക്ക് നോമ്പുറക്കാൻ പോയതായിരുന്നു. ഭാര്യയും മക്കളൊക്കെ രാവിലെ പോയി. ഞാൻ വൈകിട്ട് 5 മണിക്കാണ് പോയത്. ഞാനാണ് വാതിലൊക്കെ പൂട്ടിപ്പോയത്. പിന്നെ ഇന്ന് പിറ്റേന്ന് 9 മണിക്ക് ഇവിടെ വന്ന് ഞാൻ ഡോറ് തുറക്കാൻ നോക്കിയപ്പോഴാണ് ഡോറ് പൊളിഞ്ഞു കിടക്കണതായി കണ്ടത്. ഉടനെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ മൊത്തത്തിൽ മുളക് പൊടി നിറഞ്ഞിരിക്കുന്നു അവിടെ. അപ്പോൾ അത് ഞാൻ ഉള്ളിൽ കയറിയില്ല. ഞാൻ പോലീസിലുടനെ മെമ്പറെ വിളിച്ച് പറഞ്ഞു. മെമ്പർ പോലീസ് വന്ന് പോലീസ് വീട്ടിനുള്ളിൽ കയറാൻ പറഞ്ഞപ്പോഴാണ് പിന്നെ കയറിയത്. അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ റൂമിൽ ആദ്യം പോയേക്കപ്പോൾ അവിടെ അൾമാര തുറന്നിട്ടുണ്ട്. ഭാര്യ ഒരു കോമൺ ആയിട്ടുള്ള റൂം താഴത്ത് വേറെ ഉണ്ടായിരുന്നു, അവിടുന്ന് തുറന്നാണ്. പിന്നെ നേരെ മുകളിൽ കയറിയപ്പോൾ 2 മരുമക്കൾ കിടക്കുന്ന 2 റൂം അൾമാര തുറന്നിട്ട് സ്വർണ്ണം മുഴുവൻ എടുത്തിട്ടുണ്ട്. എൻ്റെ റൂമിലുള്ള പൈസകളും കംപ്ലീറ്റ്, പിന്നെ എൻ്റെ സഹോദരീൻ്റെ പൈസ കുറച്ച് ഒരു 46,000 ഉറുപ്പിയോളതും. അവനതെല്ലാം ഒന്നും ഇല്ല, പൈസ എല്ലാം പോയിട്ടുണ്ട്. ഒന്നര വർഷം മുമ്പും ഉമ്മർകോയയുടെ വീട്ടിൽ മോഷണശ്രമം നടന്നിരുന്നു. ഞങ്ങൾ ഈ ടെറസിന്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഷൂവിന്റെ അടയാളമൊക്കെ ഉണ്ടായിരുന്നു. വാതിൽ കുത്തി പൊളിക്കുക, മേലത്തെ വാതിൽ പൊളിക്കാൻ നോക്കിയതിന്റെ ഒരു അടയാളമൊക്കെ ഉണ്ടായിന്. അല്ലല്ല, അന്ന് ഉള്ളിൽ കയറിയിട്ടൊന്നുമില്ല. ഞങ്ങൾ ആളുണ്ട് വീട്ടില്, പക്ഷെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഒരു ശ്രമിച്ച ആ ഒരു ഇതുണ്ടായിരുന്നു. റെയിൽവേ പാതയ്ക്ക് തൊട്ടരികിലാണ് വീട്. ട്രെയിൻ പോകുന്ന സമയത്ത് വാതിലും അലമാരയും കുത്തി തുറന്നാൽ ശബ്ദം പുറത്തേക്കെത്തില്ല. ജോം ടി കെക്കൊപ്പം ആശംസിദാർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.